ഒരു കുട്ടി ഒരു കടക്കാരനടുത്തേക്ക് യാചിക്കാൻ പോകുമായിരുന്നു. എല്ലാ ദിവസവും ചെല്ലും, ഉച്ച സമയമാവും, 10 രൂപ കൊടുക്കും, ഭക്ഷണം ഊണ് മേടിച്ച് കഴിക്കും, തിരിച്ചു വരും. അങ്ങനെ കുറേയേറെ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം കടയിൽ ചെന്നപ്പോൾ കടയിലുള്ളത് കടക്കാരനല്ല, കടക്കാരൻ്റെ മോനാണ്. പതിവ് പോലെ കൈ നീട്ടി കാര്യം പറഞ്ഞു. എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. കൂടെ കൊണ്ടുപോയി തൊട്ടടുത്ത കടയിൽ നിന്നും ഒരു ചൂണ്ട വാങ്ങി. എന്നിട്ട് പറഞ്ഞു, നമുക്ക് പുഴക്കരയിലേക്ക് പോകാം. അവൻ കുതിരി, എന്തിന് പുഴക്കരയിൽ വരണം? എനിക്ക് ഊണ് വാങ്ങാനുള്ള പൈസ തരുന്നില്ലെങ്കിൽ തരണ്ട, എന്നെ ആക്ഷേപിക്കരുത്. നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി പുഴയിൽ ചെന്നു. ഇര കോർക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുന്നു. മീൻ പിടിക്കുന്നു. ആദ്യത്തെ ശ്രമം പരാജയപ്പെടുന്നു. കുറേയേറെ സമയത്തിന് ശേഷം ഒരു മീൻ കിട്ടി. അത് 1 10 10 100. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ മീൻ കൊണ്ട് ചന്തയിൽ വിൽക്കുമ്പോൾ 100 രൂപ കിട്ടുന്നുണ്ട്. ആ 100 രൂപയും എടുത്ത് അവന് കൊടുക്കുമ്പോൾ അപ്പോഴാണ് അവൻ അറിയുന്നത്, എല്ലാ ദിവസവും 10 രൂപയാണ് എനിക്ക് കിട്ടിയിരുന്നതെങ്കിൽ അന്ന് 100 രൂപ കിട്ടിയെന്ന് സന്തോഷത്തോടെ ആ കുട്ടി മടങ്ങിപ്പോകുന്നുണ്ട്. നാളെ മുതൽ യാചിക്കില്ലെന്ന് തീരുമാനിച്ചു മടങ്ങിപ്പോകുന്നുണ്ട്. മടങ്ങി വരുമ്പോൾ തൊട്ടടുത്ത കടക്കാരൻ ചോദിച്ചു, നിന്റെ അച്ഛൻ ചെയ്യുന്നതിന് വിരുദ്ധമായി നീ എന്തുകൊണ്ടാണ് ചെയ്തത്? ആ കടക്കാരൻ്റെ മകൻ പറഞ്ഞൊരു ഉത്തരമുണ്ട്, എൻ്റെ അച്ഛൻ അവന് അന്നേക്കുള്ള ഭക്ഷണമാണ് കൊടുത്തത്, ഞാനവന് എന്നേക്കുമുള്ള ഭക്ഷണമാണ് കൊടുത്തത്. അങ്ങനെ എന്നേക്കുമുള്ള ഭക്ഷണം കൊടുക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. അഥവാ വിവരങ്ങളുടെ പെരുമഴ പെയ്യുന്ന വർത്തമാന കാലത്ത് ക്ലാസ് റൂമിൻ്റെ പരിമിതമായ സമയത്തിനുള്ളിലുള്ള എല്ലാ അറിവുകളും കൊടുക്കുവാൻ ഒരു അധ്യാപകന് കഴിയാതിരിക്കെ അറിവിൻ്റെ വഴിയിലൂടെ സ്വയം നടന്ന് അത് സ്വയം ആർജിക്കാനുള്ള, സ്വയം ഇരപിടിക്കാനുള്ള, സ്വയം വളരാനുള്ള അറിവുണ്ടാക്കി കൊടുക്കലാണ് അധ്യാപകൻ്റെ പ്രധാനപ്പെട്ട ജോലി. അഥവാ ലേണിംഗ് ടു ലേൺ. എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിച്ചാൽ മതി, ബാക്കിയെല്ലാം അവൻ പഠിച്ചോളും.